അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. ജനാധിപത്യ പ്രക്രിയകൾ അടുത്തറിയാൻ ദേശമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വോളണ്ടിയർമാർ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് സന്ദർശിച്ചു. ജനപ്രതിനിധികളുമായി സംവദിച്ചും ഭരണരീതികൾ പഠിച്ചും വിദ്യാർത്ഥികൾക്ക് ഇതൊരു പുതിയ അനുഭവമായി മാറി. ദേശമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി വോളണ്ടിയർമാർ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സന്ദർശനം നടത്തി. പുതുതലമുറയ്ക്ക് ജനാധിപത്യ പ്രക്രിയകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന രീതികളും നേരിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പഠനയാത്ര സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ഭരണസമിതിയുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ വോളണ്ടിയർമാരുടെ വിവിധ ചോദ്യങ്ങൾക്ക് പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോതനാഥ് കൃത്യമായ മറുപടികൾ നൽകി. ഏറെക്കുറെ എല്ലാ മേഖലകളിലും ഇടപെടാൻ കഴിയുന്ന രീതിയിലാണ് പഞ്ചായത്ത് രാജ് അതിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ പറയുന്നത്. അതൊരു ലോക്കൽ ഗവേണിംഗ് ബോഡി തന്നെയാണ്. അങ്ങനെ ഒരു ബോഡി ആവുന്ന ഘട്ടത്തിൽ അത് ഏറ്റെടുക്കേണ്ട ദൈനംദിന കൃത്യങ്ങൾ കുറയുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ ആശുപത്രിയിലെ മരുന്ന്, കുട്ടികളുടെ അംഗൻവാടിയിലെ ഭക്ഷണം, നമ്മുടെ കീഴിലുള്ള വിദ്യാലയങ്ങൾ തുടങ്ങിയ നമ്മുടെ ദൈനംദിന ചെലവുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ രാത്രി നടന്നു പോകുമ്പോൾ വെറുതെ കത്തുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന തെരുവ് വിളക്കിൻ്റെ കറണ്ട് ബില്ല് ഉൾപ്പെടെ ഇതൊരു പഞ്ചായത്ത് വഹിക്കേണ്ട ചെലവാണ്. ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വാർഷിക വരുമാനം നേരത്തെ സൂചിപ്പിച്ചു. നമുക്ക് രണ്ട് രീതിയിലുണ്ട്. തനത് വരുമാനമായിട്ട് നമുക്ക് നികുതിയിലൂടെയും മറ്റും ലഭിക്കുന്ന വരുമാനം പഞ്ചായത്തിനുണ്ട്. മണൽ പോലുള്ള നമ്മുടെ വരുമാനങ്ങളുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാൻറ്റുകളും നമുക്ക് വർഷം കിട്ടുന്ന മെയിൻ്റനൻസ് ഫണ്ടുകളുമുണ്ട്. ഇതിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പദ്ധതികൾ വെക്കുക. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ പാഞ്ഞാൾ പഞ്ചായത്തിനെ പോലുള്ള പഞ്ചായത്ത് നിങ്ങൾ നോക്കിയാൽ ചെറുതുരുത്തിയോ ചേലക്കരയോ പോലെ നികുതി വരുമാനമുള്ള ഒരു പഞ്ചായത്തല്ല. എന്നാൽ പഞ്ചായത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കിട്ടാവുന്ന വരുമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് ഞങ്ങൾ തയ്യാറാക്കാറ്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ കാറ്റഗറിയിൽ എപ്പോഴും നമ്മുടെ ദൈനംദിന പദ്ധതികൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, വീട്, വെള്ളം, വെളിച്ചം വഴി ഈ പറഞ്ഞ ചെലവുകളിൽ തന്നെയാണ് നോക്കുക. പ്ലസ് ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോവിഡാനന്തരം ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പാലിയേറ്റീവ് ആരോഗ്യ മേഖലയിലെ ഇടപെടലുകളെ മാറ്റി ചിന്തിക്കേണ്ട കാലം വന്നിട്ടുണ്ട്. തെരുവുനായ പോലുള്ള പ്രശ്നം ഞങ്ങളുടെ പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ സ്ത്രീകൾക്കും മറ്റ് ഭിന്നശേഷിക്കാർക്കും ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെയും വെല്ലുവിളി തന്നെയാണ്. അതിനൊക്കെ ടൂറിസ്റ്റ് സാധ്യതകളുള്ള പാഞ്ഞാളിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, വരുമാനം വർദ്ധിപ്പിക്കാനുണ്ട്. പഞ്ചായത്തിന്റെ വികസന പദ്ധതികളെക്കുറിച്ചും ജനകീയ സേവനങ്ങളെക്കുറിച്ചും മുതിർന്ന നേതാവ് ഗിരിജ വല്ലഭൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ എന്നിവർ വിദ്യാർത്ഥികൾക്ക് വിശദമായ ക്ലാസുകൾ എടുത്തു. മഹാത്മജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി 1995 ഒരു ബില്ലിൻ്റെ രൂപത്തിൽ ചില ഭേദഗതി നിയമത്തിനെ തന്നെ ഭേദഗതി ചെയ്തുകൊണ്ട് പ്രാവർത്തികമാക്കിയ പഞ്ചായത്ത് രാജ് ആക്ട്. ആ പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ മുൻപേ ഞങ്ങൾ അന്ന് 5 വർഷം കൂടുമ്പോൾ ഇലക്ഷൻ എന്നുള്ള ആ പരിമിതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും അന്ന് തങ്കം മെമ്പർ ഉണ്ടായിരുന്നില്ല. ഞാൻ 7 കൊല്ലമാണ് ആയിരത്തവണ ഇരുന്നത്. 7 കൊല്ലം. അതിന് മുമ്പിൽ ഇരിക്കുന്നവർ 8 കൊല്ലം, അതിൻ്റെ മുമ്പിലുള്ളവർ 16 കൊല്ലം. അതെന്തെന്ന് വെച്ചാൽ ഇങ്ങനൊരു ആക്ടിൻ്റെ പരിധിയിൽ പഞ്ചായത്തിനെ പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥ സത്യം. എന്താണെന്ന് വെച്ചാൽ അത് ആക്ട് വന്നതിന് ശേഷം കൃത്യമായി 5 വർഷം, ആ 5 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ഈ പഞ്ചായത്ത് രാജ് ആക്ടിൽ വിവക്ഷിച്ചിട്ടുള്ളതാണ്. എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ, ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിയമസഭയെയും പഞ്ചായത്തിനെയും നിങ്ങൾ ഒരേമാതിരി ഈ NSS നാഷണൽ സർവീസ് സ്കീമിൽപ്പെട്ട കുട്ടികൾ കാണരുത്. പഞ്ചായത്തും നിയമസഭയും വളരെ വ്യത്യാസമുണ്ട്. നിയമസഭയ്ക്ക് സ്പീക്കർ, പ്രതിപക്ഷ നേതാവിന് നിയമസഭയിൽ ക്യാബിനറ്റ് റാങ്കിലുള്ള ആ ആളുകളുടെ അതേ സൗകര്യങ്ങൾ, അവരുടെ അതേ പവർ ഉള്ള ആളാണ് പ്രതിപക്ഷ നേതാവ്. അതൊന്നും ഈ പഞ്ചായത്തിൻ്റെ ഉള്ളിലില്ല. പഞ്ചായത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള മാനദണ്ഡത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ സ്പീക്കറില്ല, പ്രതിപക്ഷ നേതാവില്ല. ഭരണപക്ഷത്തിന് ഭരണ സൗകര്യത്തിന് വേണ്ടി ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയും ആ പ്രസിഡന്റിൻ്റെ കീഴിൽ ഏതൊക്കെ തന്നെ രാഷ്ട്രീയ കക്ഷികളൊക്കെ ഉണ്ടെങ്കിലും ശരി, അതിനൊക്കെ ഒന്നായിക്കൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ
ഉന്നതിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഞാൻ ഗ്രാമസ്വരാജ് ഇത് വന്നതിന് ശേഷവും അതിന് മുൻപേയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, കുറച്ചെങ്കിലും മനസ്സിലാക്കണം. 5000 രൂപ ആകെ ഒരു വാർഡിലേക്ക് കിട്ടുക 5000 രൂപയാണ്. 5000 രൂപയ്ക്ക് കുപ്പിയും ചില്ലും ഒക്കെയുള്ള ഈ ചാലിൻ്റെ ഈ വെള്ളച്ചാലിൽ നിന്ന് അത് പഴയ നമ്മുടെ വീട്ടിൽ നിന്നിട്ട കുപ്പിയും ചില്ലൊക്കെ കൂടിയിട്ടുള്ള ആ സാധനം ഇടയ്ക്കിട്ടിട്ട് ഒന്ന് ഷോ വരുത്തി 5000 രൂപ ബില്ല് കൊടുക്കും. അപ്പോഴേക്കും ചിലരുടെ കാലുമ്പിൽ കുപ്പിച്ചില്ല് കയറും. അങ്ങനെയുള്ളൊരു പ്രവർത്തനമാണ് ഞങ്ങളൊക്കെ. പാർട്ടി നിർത്തി നമ്മളിവിടെ വന്നു, പ്രസിഡൻ്റായി എന്നുള്ളതാണ്. പിന്നീടാണ് ജനകീയാസൂത്രണം വന്നത്. ജനകീയാസൂത്രണം വന്ന സമയത്താണ് ഒരുപാട് വർക്കുകൾ ചെയ്യാനുള്ളൊരു സാന്നിധ്യം നമ്മുടെ വാർഡുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് 10 വാർഡായിരുന്നു. ഗിരിജ മെമ്പർ ഉണ്ടായിരുന്നു, അമീർ മെമ്പർ ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെയാണ് അന്നെല്ലാം പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ 2020-25 അവസാനിപ്പിക്കുമ്പോഴും ഏറ്റവും സന്തോഷത്തോടെയാണ് എല്ലാ മെമ്പർമാരും ഒരുപോലെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് കൊണ്ടുപോകുന്നത്. ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫണ്ടെല്ലാം എല്ലാവർക്കും തുല്യതയോട് കൂടെ കൊടുത്ത് നമ്മൾ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് പരിപാടികളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ യാതൊരു കുറവുമില്ല. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വിവിധ രാഷ്ട്രീയ കക്ഷികളുണ്ട്. എല്ലാവർക്കും പരസ്പരം അറിയാവുന്നവരാണ്. എല്ലാവരും നല്ല പിള്ളേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ഒരു ചേച്ചി എന്നുള്ള നിലയ്ക്ക് എല്ലാവരും നല്ല സന്തോഷത്തോടെ നമ്മൾ 5 വർഷക്കാലം പൂർത്തീകരിക്കുക. ഏറ്റവും വികസന പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പൊതുവായ കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് നിങ്ങളെല്ലാവരും ചെയ്യുക. അതാണ് പറയാനുള്ളൂ. അല്ലാതെ ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് അറിയാവുന്നതാണ്. നമ്മൾ പറയുന്നതിനേക്കാട്ടിലും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കൂടിയും അവരുടെ ക്ലാസ്സിലൂടെ ഒക്കെ അറിയാവുന്നതാണ്. അതിന് വില ചോദിച്ച് റിപ്പീറ്റേഷൻ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളായിരിക്കാം. പിന്നെ നിങ്ങളുടെ ശിവപ്രസാദ് മാഷനെ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മുൻകൂട്ടിയിട്ട് അറിയാവുന്നതാണ്. ഞങ്ങൾക്ക് പ്രിയപ്പെട്ട മാഷുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എല്ലാവരും നല്ല സന്തോഷത്തോടെ ഈ വരുന്ന 5 വർഷക്കാലം ഏറ്റവും സന്തോഷത്തോടെ പോകണം എന്ന്. പഞ്ചായത്ത് സെക്രട്ടറി, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ സംവാദത്തിൽ പങ്കുചേർന്ന് ഭരണ നിർവഹണത്തിലെ പ്രായോഗിക വശങ്ങൾ കുട്ടികൾക്ക് വിവരിച്ചു നൽകി. അധികാര വികേന്ദ്രീകരണം എങ്ങനെ പഞ്ചായത്തിനെ ബാധിച്ചു എന്ന് ഗിരിജേട്ടൻ സൂചിപ്പിച്ചു. ഫണ്ടിൽ എന്ത് മാറ്റമുണ്ടായി എന്ന് സൂചിപ്പിച്ചു. നമ്മുടെ നാട് എങ്ങനെ മാറി എന്നത് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഈ ഇന്ററാക്ഷനെ തുടർന്ന് കുട്ടികൾ പോകേണ്ടത് ജനകീയ ആസൂത്രണം, അധികാര വികേന്ദ്രീകരണം എങ്ങനെയാണ് നമ്മുടെ നാടുകളെ മാറ്റിയത് എന്നതാണ്. തീർച്ചയായും കുട്ടികളുടെ നിർദ്ദേശം കൂടി അവർ വളരെ കലവറയില്ലാതെ തന്നെ മുൻപിലേക്ക് വെച്ചു. അത് സ്വീകരിക്കണം. ഒപ്പം തന്നെ ഒരു നിർദ്ദേശം കൂടി ഉള്ളത്, കുട്ടികളുടെ ഭാഗമായിട്ട് തന്നെ ഒരു നിർദ്ദേശം കൂടി ഉള്ളത്, നമ്മൾ മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ അതിൻ്റെ പ്രവർത്തിക്കുന്ന മാതൃകകൾ വിദ്യാലയങ്ങളിൽ സ്ഥാപിക്കുവാനും ആ പ്രോസസ്സിങ്ങിൻ്റെ പ്രവർത്തനങ്ങളിൽ കുട്ടികളെ പങ്കാളികളാക്കാനും കഴിയുന്ന ഒരു പദ്ധതിക്ക് നമ്മുടെ പഞ്ചായത്ത് രൂപം കൊടുക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ അവളങ്ങനെ എന്താ പറയുക, അത് പൂർണ്ണമായും ശാസ്ത്രീയമായിട്ടാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ചെറിയ യൂണിറ്റുകളൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ച് പഠിച്ചാൽ അവർ പുറത്തിറങ്ങി വരുമ്പോൾ പിന്നെ മാലിന്യ സംസ്കരണത്തിൻ്റെ ഒരു നല്ല മാതൃകകളായിട്ട് അവർ മാറും. അപ്പോൾ വിദ്യാലയങ്ങളിൽ അത്തരത്തിൽ ഒരു മാതൃകാപരമായ പ്രവർത്തനം ഏറ്റെടുക്കാൻ ഈ പഞ്ചായത്ത് സമിതിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനശിലകളായ ഗ്രാമപഞ്ചായത്തുകളെ കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് വിദ്യാർത്ഥികൾക്ക് വലിയൊരു അനുഭവമായി മാറി. NSS കോർഡിനേറ്റർ ശിവപ്രസാദ് മാസ്റ്റർ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണാധികാരികളെ, ബഹുമാനീയരായ നമ്മുടെ ഓരോ മെമ്പർമാരെയും ദേശമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയും നമ്മുടെ കുട്ടികളോടൊപ്പം കുറച്ചു നേരം നിങ്ങൾ സംവദിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് അതിന് സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്നുള്ള മഹാത്മാഗാന്ധിയുടെ അതിവിശിഷ്ടമായ ഒരു പ്രഖ്യാപനമാണ് ഗ്രാമസ്വരാജിൻ്റെ മുന്നൊരുക്കമെന്ന് പറയാം. ആ ഗ്രാമസ്വരാജിനെ കുറിച്ച് അറിയാനും അവിടുത്തെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും
ഈ പ്രാവശ്യം NSS ക്യാമ്പിൽ ഒരു ഓറിയൻറ്റേഷനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് NSS വോളണ്ടിയേഴ്സിനൊപ്പം ഞങ്ങൾ ഇന്ന് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്ക് ഈ ഗ്രാമസ്വരാജിനെക്കുറിച്ച്, പഞ്ചായത്തിനെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരവസരമായി ഞങ്ങളിതിനെ കാണുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന ഈ പഞ്ചായത്തിൻ്റെ എല്ലാ അധികാരികളോടും NSSൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCV.